السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അള്ളാഹുവിൻ്റെ റഹ്മത്തും കൃപയും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ. മുസ്ലിമായി നല്ല മനുഷ്യരായി അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കണം എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും, നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയുമൊക്കെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള കലിമത്ത് തൗഹീദ്, അതിൽ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റുകളും ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അതിൽ മരണം വരെ ഉറച്ചു നിൽക്കണം എന്നാണ് നമ്മൾ കഴിഞ്ഞയാഴ്ച പറഞ്ഞത്. ഒരാൾ മുസ്ലിമാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നിർബന്ധമായും വേണം. അതുകൊണ്ടാണ് മരണസമയത്ത് മരണം ആസന്നമായ വ്യക്തിക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ അത് പറഞ്ഞു കൊടുക്കണം, കലിമ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാ നിർബന്ധമാണ്. അതില്ലാതെ ഒരാൾക്കും മുസ്ലിമാകാൻ സാധ്യമല്ല. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാ മാത്രം മതിയോ? പോരാ. അതിൻ്റെ മറ്റൊരു ഭാഗം കൂടെയുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി എന്ന് പറയുന്ന വ്യക്തി അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നുള്ള വിശ്വാസം നമ്മുടെ മനസ്സിനകത്ത് രൂഢമൂലമാക്കി ഉറപ്പിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അതിൽ സംശയം ഉണ്ടാകാൻ വേണ്ടി പാടുള്ളതല്ല. പരിശുദ്ധ മക്കയിൽ, അറേബ്യയിൽ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പരമ്പരകളിൽപ്പെട്ട ആ അറബികളിൽ ഖുറൈശ് എന്ന് പറയുന്ന ഗോത്രം, അവർക്കിടയിൽ നിന്നാണ് അബ്ദുള്ളയുടെ പുത്രനായിക്കൊണ്ട്, ആമിനയുടെ പുത്രനായിക്കൊണ്ട്, മകനായിക്കൊണ്ട് മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടി ജനിക്കുന്നത്. 40-ാമത്തെ വയസ്സിൽ മക്കക്കടുത്ത ഹിറാ ഗുഹ എന്ന് പറയുന്ന ജബലുന്നൂർ എന്ന് പറയുന്ന പർവ്വതത്തിലെ ഗുഹയിൽ വെച്ച് ഒറ്റയ്ക്ക് ഏകാന്തനായിക്കൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, പ്രപഞ്ച സൃഷ്ടാവിനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് വഹി നൽകുന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലാകുന്നു. മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾ മുഹമ്മദ് നബിയാകുന്നു, പിന്നെ റസൂലാകുന്നു. പ്രിയമുള്ളവരെ, ആ റസൂൽ അള്ളാഹുവിൻ്റെ റസൂലാണ്, റസൂലുള്ളയാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ്. റസൂലിൻ്റെ മലയാളം അങ്ങനെ ദൂതൻ എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, ജനങ്ങളെ ക്ഷണിക്കുവാൻ നിയോഗിക്കപ്പെട്ട ആളാണ്, മഹൽ വ്യക്തിത്വമാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ റസൂൽ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കണം. അതുകൊണ്ടാണ് ഒരാൾ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വളരെ വെളിവാക്കി പ്രകടമാക്കി അത് പ്രഖ്യാപിക്കണം. എന്നാലേ മുസ്ലിം ആവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ആരാധനക്കർഹനായിക്കൊണ്ട് അല്ലാഹുവല്ലാതെ മറ്റൊരു ശക്തിയുമില്ല. നമുക്ക് ദുആ ചെയ്യാൻ, നമ്മുടെ വിഷമങ്ങൾ പറയാൻ, നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഏകനായ റബ്ബുൽ ഇസ്സത്ത് മാത്രം. ആ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ഈ ലോകത്തെ പഠിപ്പിക്കാൻ കടന്നു വന്ന നിയോഗിക്കപ്പെട്ട ആളാണ് ആര്? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഞാൻ മനസ്സിലുറപ്പിച്ച് അതിന് സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് നമ്മുടെ ഷഹാദത്ത്. എങ്ങനെയാണ് ആ ഷഹാദത്ത്? പരിശുദ്ധ ഖുർആൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള നമ്മുടെ കടപ്പാടുകൾ, ഒരു മുസ്ലിമിന് എന്തെല്ലാം കടപ്പാടുകൾ റസൂലിനോടുണ്ട്, ആരാണ് റസൂല് എന്ന് വരച്ച് കാണിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ ഹദീസുകളിൽ നിന്നും അത് വളരെ വ്യക്തമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറഞ്ഞാൽ ആ റസൂലിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? മുഹമ്മദുൻ റസൂലുള്ളാ, മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാകുന്നു. സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ ആയത്താണ്. വല്ലദീന മഅഹു അഷിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ കഠിന മനസ്കരായിട്ടുള്ള സത്യനിഷേധികളായ അഷിദ്ദാഉ അലൽ കുഫാർ, അങ്ങേയറ്റത്ത് സത്യനിഷേധികളോട് പരുഷമായി കഠിനമായി പെരുമാറുന്ന ആളുകളാണ് റസൂലിൻ്റെ കൂടെയുള്ള ആളുകൾ. എന്നാൽ റുഹമാഉ ബൈനഹും, സത്യവിശ്വാസികൾക്കിടയിൽ റഹ്മത്തോടുകൂടെ കരുണയോടുകൂടെ വർത്തിക്കുന്നവരാണ്. അപ്പോൾ ആ മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ റസൂലിനോട് നമുക്കൊരു ബാധ്യതയുണ്ട്, ഒരുപാട് ബാധ്യതകളുണ്ട്. ഒന്നാമത്തെ ബാധ്യത എന്താ അറിയോ? പ്രിയമുള്ളവരെ, നമ്മുടെ പിഞ്ചു മക്കളെക്കാൾ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയേക്കാൾ, നമ്മൾ സമ്പാദിച്ച വീടിനേക്കാൾ, നമ്മുടെ സമ്പത്തിനേക്കാൾ, നമ്മുടെ ശരീരത്തെക്കാൾ, മറ്റെല്ലാ കാര്യങ്ങളെക്കാളും ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ആ റസൂലിനെ സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. അതിൽ നമുക്ക് സംശയം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ എത്ര സ്നേഹിക്കുന്നു, നമ്മുടെ ഭാര്യയെ എത്ര സ്നേഹിക്കുന്നു. നമ്മൾ മനോഹരമായി വർഷങ്ങളായി അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ വീട്, നമ്മൾ സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ള സ്വത്തുക്കൾ, അതിനേക്കാൾ നമ്മുടെ പ്രിയപ്പെട്ട മാതാവ്, പ്രിയപ്പെട്ട വാത്സല്യനിധികളായിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, അവരെക്കാളൊക്കെ നമ്മൾ അല്ലാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണം. ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ വേറെ ആരെയും സ്നേഹിക്കാൻ വേണ്ടി പാടുള്ളതല്ല. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹ്, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവരെന്ത് ചെയ്യുന്നു? അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ള ചില ശക്തികളെ സ്നേഹിക്കുന്നു. അത് പാടില്ല. അള്ളാഹിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. പക്ഷേ അത് കഴിഞ്ഞാൽ നമ്മൾ സ്നേഹിക്കേണ്ടത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പറയുന്നുണ്ട്, കുൽ ഇൻ കുന്തും ആബാഉക്കും വ അബ്നാഉക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ പിതാക്കളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, നിങ്ങളുടെ എല്ലാവരെക്കാളും നിങ്ങൾ സ്നേഹിക്കേണ്ട ആ റസൂലിനെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നബിയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിലൊരു വചന, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ
സ്വലാത്തും സലാമും നിർവഹിക്കണം. ഇതൊക്കെ റസൂലിനോടുള്ള ബാധ്യതകളാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഏറ്റവും കൂടുതൽ ആ റസൂലിനെ സ്നേഹിക്കണം. അല്ലാതെ മുസ്ലിമാകൂല എന്നാണ്. അല്ലാതെ നമുക്ക് മുസ്ലിമാകാൻ കഴിയില്ല എന്ന് ആരാ പറയുന്നത്? റസൂല് തന്നെ പഠിപ്പിക്കുക. ഒരിക്കലും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയുടെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ പോകുമ്പോൾ പറയാണ്, റസൂലെ, എൻ്റെ ശരീരം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, വല്ലാഹി, അള്ളാഹു തന്നെയാണ് സത്യം, നീ വിശ്വാസിയായിട്ടില്ല. നീ വിശ്വാസിയാവണമെങ്കിൽ എല്ലാറ്റിനേക്കാളും നിന്റെ ശരീരത്തെക്കാളും എന്നെ സ്നേഹിക്കണം എന്നുള്ളതാണ്. റസൂലിനെ സ്നേഹിക്കണം. അപ്പോഴാണ് നമ്മുടെ ഈമാൻ ശരിയാവുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് റസൂലിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുക? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു പറയാണ്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. സൂറത്തുൽ ഹശ്റിലെ ഒരായത്താണ്. വമാ ആതാകുമുർ റസൂൽ, അള്ളാഹുവിൻ്റെ ഹബീബായ റസൂല് കൊണ്ടുവന്നതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് വിരോധിച്ചുവോ അത് നിങ്ങൾ വെടിയുക. പ്രിയമുള്ളവരെ, എനിക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്നേഹമുണ്ടെങ്കിൽ ആ റസൂലുള്ള ഈ ഉമ്മത്തിനെ എന്തെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരിക. അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ വിരോധിച്ചിട്ടുണ്ടോ അത് ഞാൻ വെടിയുക. എന്നാലേ എനിക്ക് റസൂലിനോട് സ്നേഹമുണ്ട് എന്നാവുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ എന്തുകൊണ്ട് വിശുദ്ധ ഖുർആനാ പറയുന്നത്. ഖുർആനിലായത്ത വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, റസൂലുള്ള എന്താണോ നിങ്ങളെ പഠിപ്പിച്ചത്, എന്താണോ നിങ്ങൾക്ക് ഉത്ബോധിപ്പിച്ചിട്ടുള്ളത് അത് നിങ്ങൾ സ്വീകരിക്കുക. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, നമ്മൾ ഒരു ഷർട്ട് ധരിക്കുമ്പോൾ, ഒരു വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ വലത് ഭാഗത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട്, ഒന്ന് കുളിക്കുമ്പോൾ വലത് ഭാഗത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട്, ഒന്ന് പല്ല് വൃത്തിയാക്കുമ്പോൾ ബ്രഷ് ചെയ്യുമ്പോൾ പോലും വലത് ഭാഗത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അത് ചെയ്യണം. കാരണം എന്താ? അല്ലാഹുവിൻ്റെ റസൂല് അങ്ങനെയായിരുന്നു. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നബിയുടെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, അള്ളാഹിൻ്റെ റസൂല് ചെരുപ്പ് ധരിക്കുമ്പോൾ പോലും, ചെരുപ്പ് ധരിക്കുക ആ സമയത്ത് പോലും എന്ത് ചെയ്യും? വലത് കാലുകൊണ്ടാണ് ധരിക്കുക. നമ്മൾ പള്ളിയിൽ പ്രവേശിക്കുകയാണ്, വലത് കാലാണ് മുന്നോട്ട് വെക്കേണ്ടത്. വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്, വലത് കാലാണ് മുന്നോട്ട് വെക്കേണ്ടത്. ഇതൊക്കെ എന്താണ്? നബിയുടെ ചര്യയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണ്. നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്, കുടിക്കേണ്ടത് വലത് കൈകൊണ്ടാണ്. അങ്ങനെ എന്തൊക്കെ റസൂലുള്ള ഈ സമുദായത്തെ പഠിപ്പിച്ചോ അത് സ്വീകരിക്കണം. റസൂലുള്ള വിരോധിച്ച കാര്യങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, അനർഹമായിട്ട് അന്യനായ ഒരു വ്യക്തിയുടെ ഒന്നും തന്നെ നമ്മൾ നമ്മുടെ പോക്കറ്റിലാക്കാൻ പാടുള്ളതല്ല. അനർഹമായിട്ട് മറ്റൊരാളുടെ നയാ പൈസ പോലും നമ്മുടെ പോക്കറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പാടുള്ളതല്ല. അത് ഹറാമിൻ്റെ സമ്പത്താണ്, അത് നിഷിദ്ധമായ മുതലാണ്, അതിന് നീ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാകണം, ഒരു ബോധ്യം നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, അതിൽ നമുക്ക് സംശയം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതുകൊണ്ടല്ലേ ഇസ്ലാമിൽ ഈ പലിശയെക്കുറിച്ചൊക്കെ ഗൗരവമായിട്ട് പറഞ്ഞത്. പലിശ മഹാ അപകടമാണെന്നുള്ളതാണ്, വമ്പിച്ച അപകടമാണെന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ്, പലിശ വാങ്ങുക കൊടുക്കുക ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ലല്ലോ കുറ്റമുള്ളത്. ഇപ്പം ഞാൻ പലിശ വാങ്ങി എന്ന് സങ്കല്പിക്കുക, അങ്ങനെ ഒരിക്കലും ചെയ്യൂല, ചെയ്യാതിരിക്കട്ടെ. പക്ഷേ അങ്ങനെ ഒരാൾ വാങ്ങുമ്പോൾ വാങ്ങുന്ന ആൾ മാത്രമല്ല കുറ്റക്കാരൻ. മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലഅനല്ലാഹ്, അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു, ആകില റിബ വ മൂകിലഹു വകാതിബൈ, അതായത് അത്
തിന്നുന്നവനും തീറ്റിക്കുന്നവനും അത് എഴുതി വെക്കുന്നവനും വശാഹിദേ അതിന് സാക്ഷ്യം നിൽക്കുന്ന ആളുകളും ഒക്കെ കുറ്റക്കാരാണെന്ന് മാത്രമല്ല ലഅനല്ലാ അള്ളാഹിൻ്റെ ശാപമുണ്ടാകട്ടെ എന്നാണ്. നിങ്ങൾ നോക്കൂ, അനർഹമായിട്ടുള്ള സമ്പാദ്യം അതിൻ്റെ അവസ്ഥയാണ്. നിങ്ങൾ വാങ്ങുന്നയും കൊടുക്കുന്ന ആളുകൾ മാത്രമല്ല, അതിന് എഴുതുന്ന ആൾ, സാക്ഷ്യം നിൽക്കുന്ന ആൾ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? വമ്പിച്ച കുറ്റാണെന്നർത്ഥം. പക്ഷേ നമ്മൾ ഈ നബിയോടുള്ള സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കേണ്ടതുണ്ട്. അത് മറക്കാനും വേണ്ടി പാടുള്ളതല്ല. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. നിങ്ങൾ അള്ളാഹിൻ്റെ റസൂൽ കൊണ്ടുവന്നത് സ്വീകരിക്കണം, അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചത് സ്വീകരിക്കണം, റസൂലുള്ള വിരോധിച്ചത് വെടിയണം എന്ന് പറയുമ്പോൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒന്നാണെന്ത്? നമ്മൾ അനർഹമായിട്ട് മറ്റൊരാളുടെ ഒരു സമ്പത്തും എടുത്തുകൂടാ, പ്രത്യേകിച്ച് പലിശ അതൊന്നും ചെയ്തുകൂടാ എന്നുള്ളത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിക്കൊണ്ട് ഈ കാര്യങ്ങൾ ഉണർത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹിൻ്റെ റസൂലിനെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. ആ ആദരവും ബഹുമാനവും സ്നേഹവും എങ്ങനെയെന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിക്കൊണ്ട് പറയാ. റസൂലെന്ന് പറഞ്ഞാൽ ആരാ? നമ്മളൊക്കെ ഇപ്പോൾ വായിൽ എന്താ വരും പറയും അല്ലേ, തോന്നിയത് പറയാന്ന് പറയും. അങ്ങനെ പറയൂല. ദീനീപരമായിട്ട് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾ അതെങ്ങനെയുള്ളതാ? വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മിൻ്റെ ആരംഭത്തിൽ പറയാ, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അള്ളാഹിൻ്റെ റസൂല് തോന്നിയത് പറയുകയില്ല. ദീനീപരമായ കാര്യങ്ങൾ വഹയിൻ്റെ വെളിച്ചത്തിലേ പറയൂ. എന്താണ് പ്രിയമുള്ളവരെ വഹി എന്ന് പറഞ്ഞാൽ? അത് അള്ളാഹുവിൻ്റെ സന്ദേശമാണ്, അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശമാണ്, ദൈവിക സന്ദേശമാണ്. അത് മാത്രമേ അള്ളാഹിൻ്റെ റസൂല് ദീനീപരമായിട്ട് പറയുകയുള്ളൂ. റസൂലിന് ഇഷ്ടമുള്ളതെല്ലാം പറയല്ല, മറിച്ച് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത്, അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന കൊടുക്കുന്നത് അതാണ് പറയുക. വിശുദ്ധ ഖുർആനാ പറയുന്നത്. നമ്മൾ വിചാരിക്കും റസൂലിനൊക്കെ ഇഷ്ടമുള്ളത് അങ്ങോട്ട് പറയുക. അങ്ങനെയല്ല. ഈ ദീനെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനാണ്, ദീനുള്ളയാണ്, അള്ളാഹിൻ്റെ മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ചില ഡിക്ഷണറികളിലും അതുപോലെ തന്നെ ചില പുസ്തകങ്ങളിലും ചില പ്രഭാഷകന്മാരൊക്കെ എഴുതുന്നത് പോലെ മുഹമ്മദ് കൊണ്ടുവന്ന മതമാണ് ഇസ്ലാം. അങ്ങനെയല്ല. ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ മതമാണ്, അത് അള്ളാഹിൻ്റെ ദീനാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കിതാബാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. നബി അത് അള്ളാഹിൻ്റെ റസൂലാണ്. ആ റസൂലുള്ള പഠിപ്പിക്കുന്നതും അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ റസൂലിനെ ഇഷ്ടപ്പെടണം, അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം. എങ്ങനെയാ ഇഷ്ടപ്പെടുക? ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിൽ പറയാ, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്. നിങ്ങൾ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾ റബ്ബിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. ആരെ പിൻപറ്റണം? മുഹമ്മദ് നബിയെ പിൻപറ്റണം. നമ്മൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ മക്കളുടെ വാക്കുകളുണ്ട്, നമ്മുടെ ഭാര്യയുടെ വാക്കുകളുണ്ട്, നമ്മുടെ മാതാപിതാക്കളുടെ വാക്കുകളുണ്ട്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അതുപോലെ തന്നെ അധികാരികളുടെ ഒക്കെ വാക്കുകളുണ്ട്. പക്ഷേ കുറച്ചപ്പുറത്ത് എന്ത് വാക്കുണ്ട്? അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്കുകളുണ്ട്. പ്രിയമുള്ളവരെ, ആരുടെ വാക്കുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം? സംശയം വേണ്ട, അള്ളാഹിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതല്ല അത് വലിച്ചെറിഞ്ഞ് ഭാര്യ പറയുന്നത് കേട്ടാൽ എന്ന് പറഞ്ഞാൽ ആ റസൂലുള്ളാഹിൻ്റെ വാക്കിന് വിരുദ്ധമായ കാര്യമാണ് നിൻ്റെ കുടുംബം പറയുന്നതെങ്കിൽ അത് നമുക്ക് കേൾക്കാൻ പാടില്ല. നമ്മുടെ മക്കൾ പറയുന്നതെങ്കിൽ അത് കേൾക്കാൻ വേണ്ടി പാടുള്ളതല്ല. രാഷ്ട്രീയ നേതാക്കന്മാരോ പൗരപ്രമുഖരോ അതിന് സമൂഹത്തിലെ വലിയ വലിയ ആളുകളൊക്കെ പറയുന്നത് ആ റസൂലുള്ളാഹിൻ്റെ വാക്കിനെതിരാണെങ്കിൽ നമ്മൾ സ്വീകരിച്ചുകൂടാ. മറിച്ച് എന്ത് ചെയ്യണം? അള്ളാഹിനെ ഇഷ്ടമുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയാ, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, പറയുക പ്രവാചകരെ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടമുണ്ടെങ്കിൽ
ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, അഥവാ റസൂലിനെ പിൻപറ്റണം. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ജീവിതത്തിൽ പല തെറ്റുകളും ചെയ്യുന്ന ആളുകളാണ്. ആ തെറ്റുകൾ ചെയ്യുമ്പോൾ തെറ്റുകൾ വരും, തീർച്ചയായിട്ടും മനുഷ്യന്മാരെല്ലാവരും തെറ്റുകൾ സംഭവിക്കുന്നവരാ. അത് ഹദീസിലെ വന്നിട്ടുണ്ട്. ഒരു ഹദീസിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതാണ് കുല്ലു ബനി ആദമ ഖത്താഊൻ, ആദമിൻ്റെ മുഴുവൻ മക്കളും, ആണും പെണ്ണുമായ ആദമിൻ്റെ മുഴുവൻ മക്കളും തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ, എന്നാൽ ആ തെറ്റ് ചെയ്യുന്നവരിൽ ഉത്തമരായ ആളുകൾ ആരാണ്? തൗബ ചെയ്യുന്ന ആളുകളാണ്. തെറ്റ് മനസ്സിലായാൽ ഉടനെ റബ്ബേ അത് പുറത്തു തരണേ, റബ്ബേ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിക്കൊണ്ട് റബ്ബിനോട് തേടുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളൊക്കെ തെറ്റ് നമുക്ക് സംഭവിക്കാം. അത് നമ്മുടെ വാക്കിൽ തെറ്റ് പറ്റാം, നമ്മുടെ പ്രവർത്തികളിൽ തെറ്റ് പറ്റാം, നമ്മളെ ചലനങ്ങളിൽ തെറ്റ് പറ്റാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? റബ്ബിനോട് അതിന് പൊറുക്കലിനെ തേടണം, റബ്ബിനോട് തൗബ ചെയ്യണം, റബ്ബിനോട് ആ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താ? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റുകൾ ചെയ്തല്ലോ എന്നുള്ളൊരു ദുഃഖം നമ്മുടെ മനസ്സിൽ വേണം, ഒരു വിഷമം നമ്മുടെ മനസ്സിൽ വേണം. അല്ലാഹു തആല എനിക്ക് ആരോഗ്യം തന്നു, എനിക്ക് ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്, മജ്ജയുണ്ട്, മാംസമുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, എനിക്ക് അല്ലാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ട്, പ്രിയമുള്ളവരെ, നമ്മുടെ കാലുകൾക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ശേഷിയുണ്ട്, നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട്, നമുക്ക് സമ്പത്തുണ്ട്, നമുക്ക് വസ്ത്രമുണ്ട്, നല്ല നല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളുണ്ട്. എന്നിട്ടും ഞാൻ എൻ്റെ റബ്ബിനോട് ധിക്കാരം ചെയ്തല്ലോ, എൻ്റെ റബ്ബ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടും ഞാൻ തെറ്റ് ചെയ്തല്ലോ എന്നുള്ളൊരു ദുഃഖം നമ്മുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും മനസ്സിലാക്കുക പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വലിയ തെറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? വുളു ചെയ്യുക. തെറ്റുകൾ സംഭവിക്കാം. ചില ആളുകളുണ്ടാകും അങ്ങനെ വിചാരിക്കുക, ഇപ്പോൾ മുസ്ലിം ആയിക്കഴിഞ്ഞാൽ പിന്നെ അവന് തെറ്റൊന്നും ചെയ്യൂല. അങ്ങനെയല്ല, തെറ്റ് സംഭവിക്കാം. മദ്യപിച്ച ആളുകളുണ്ടാകാം, വ്യഭിചാരത്തിലേക്ക് പോയിട്ടുള്ള ആളുകളുണ്ടാകാം. അതിനെ ന്യായീകരിക്കല്ല, അത് മഹാ തെറ്റാണ്, ഹറാമാണ്, അള്ളാഹിൻ്റെ ശിക്ഷക്ക് കാരണമായേക്കാവുന്ന സംഭവങ്ങളാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ള പല തെറ്റുകളും നമ്മൾ ചെയ്തേക്കാം. അങ്ങനെ തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യണം? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻ റജുലിൻ, ഏതൊരു മനുഷ്യനാകട്ടെ, യുദ്നിബു ദംബ, അവൻ ഒരു കുറ്റം ചെയ്യുന്നു, സുമ്മ യഖൂമു, എന്നിട്ട് അവന് ഉടനെ മനസ്സിലത് ഓർക്കാൻ, എൻ്റെ നാഥ ഞാനിങ്ങനെ തെറ്റ് ചെയ്തല്ലോ എന്നോർത്തിട്ട് അവൻ എഴുന്നേൽക്കുന്നു. എന്നിട്ട് ഫയതതഹറു, അവന് വുളു ചെയ്യുന്നു, അവന് ശുദ്ധി വരുത്തുന്നു, വുളു ചെയ്യാൻ. സുമ്മ യുസല്ലി, എന്നിട്ട് അവനതാ 2 റക്അത്ത് നമസ്കരിക്കുന്നു. വഫീ റിവായത്തിന് റക്അത്തൈൻ, അവനെന്ത് ചെയ്യുന്നു? 2 റക്അത്ത് നമസ്കരിക്കുന്നു. സുമ്മ യസ്തഗ്ഫിറുല്ലാഹ്, എന്നിട്ട് ആ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയാണ്, അള്ളാഹുവിനോട് പാപമോചനം തേടുകയാണ്. എന്നാലോ ഇല്ലാ ഗഫറല്ലാഹു ലഹു, അവൻ അല്ലാഹു തആല പുറത്തു കൊടുക്കാതിരിക്കുകയില്ല. മനസ്സിലായല്ലേ പ്രിയമുള്ളവരെ? നമ്മളെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ബോധം വേണം. എന്ത് ബോധം? എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നിട്ട് ഞാൻ പാടില്ലാത്ത തെറ്റ് ചെയ്തല്ലോ എന്നുള്ള ഒരു മനസ്സിൽ ഒരു തോന്നൽ നമുക്കുണ്ടാവുകയും ഉടനെ നമ്മൾ നന്നായി വുളു ചെയ്തിട്ട് നമ്മളല്ലാ 2 റക്അത്ത് നമസ്കരിക്കുക. നമ്മൾ ഇപ്പോൾ ജുമാ നമസ്കരിക്കുന്നുണ്ടല്ലോ, അതല്ലെങ്കിൽ നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. എന്നിട്ടോ ആ സലാം വിട്ടിയതിന് ശേഷം അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളെന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. എന്നാൽ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഇല്ലാ ഗഫറല്ലാഹു ലഹു, അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കാതിരിക്കുകയില്ല. മഹാനായ ഇമാം അബൂദാവൂദ്, ഇമാം തുർമുദിയും ഉദ്ധരിക്കുന്ന സഹീഹായിട്ടുള്ള ഒരു ഹദീസാണ്.
എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, മറ്റൊരു ഹദീസിൽ കാണാം, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജീവിതം എന്ന് പറയുന്ന യാഥാർത്ഥ്യം, കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, അയൽവാസികളുണ്ട്, അതുപോലെ ബന്ധുക്കളുണ്ട്, നാട്ടുകാരുണ്ട്, ജീവിതത്തിൽ ജോലിയുണ്ട്, കടമുണ്ട്, പ്രശ്നങ്ങളുണ്ടാകും, പരീക്ഷണങ്ങളുണ്ടാകും, രോഗമുണ്ടാകും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അബി ഉമാമത റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു ഫീ ഹജ്ജത്തിൽ വദാ ഫഖാൽ ഇത്തഖുല്ലാഹ വസല്ലു ഖംസകും വസൂമു ശഹറകും വഅദ്ദു സകാത അംവാലികും വഅതീഉ ഉമറാഅകും തദ്ഖുലു ജന്നത റബ്ബികും. അതായത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ, അഥവാ റസൂലുള്ള മരിക്കുന്നതിന് മുമ്പ് ഒരു ഹജ്ജ് ചെയ്തു. ആ ഹജ്ജിന് വിടവാങ്ങൽ ഹജ്ജ് എന്നാണ് പറയുന്നത്. വിടവാങ്ങൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആ ഹജ്ജ് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറും 80 ദിവസങ്ങളാണ് ജീവിച്ചിട്ടുള്ളതാണ്. 81 ദിവസങ്ങളാണ് റസൂലുള്ള ജീവിച്ചതെന്നാണ് പറയുന്നത്. പിന്നെ റസൂലുള്ള വഫാത്തായി. അപ്പോൾ ആ പ്രസംഗത്തിൽ എന്താ പറയുന്നത്? ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം, വസ്വല്ലു ഖംസകും, നിങ്ങൾ 5 നേരം നമസ്കരിക്കണം. 5 നേരത്തെ നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മൾ യാത്രയിലാണെങ്കിലും, നമ്മൾ ജോലിയിലാണെങ്കിലും, നമ്മൾ വീടിനകത്താണെങ്കിലും, നമ്മളെവിടെയായിരുന്നാലും 5 നേരത്തെ നമസ്കാരം നമ്മൾ കൃത്യമായി അനുഷ്ഠിക്കാൻ നമ്മൾ ഒരിക്കലും വിമ്മിഷ്ടം കാണിച്ചുകൂടാ, വൈമനസ്യം കാണിച്ചുകൂടാ. അത് ഉടനെ നമസ്കരിക്കുക. അതിൽ യാതൊരു മടിയും നമുക്കുണ്ടാകാൻ വേണ്ടി പാടുള്ളതല്ല. സമയം തെറ്റി നമസ്കരിക്കാതെ നമ്മൾ കൃത്യമായ സമയത്തിന് നമസ്കരിക്കുക. അള്ളാഹിൻ്റെ റസൂൽ അവസാനത്തെ പ്രസംഗത്തിൽ ഒരു വസിയ്യത്ത് എന്നുള്ള നിലയ്ക്ക് പറയാ. ഇത് പറഞ്ഞിട്ട് റസൂലുള്ള അധികം കാലമാകാതെ മരണപ്പെട്ടു പോവുകയാണ്. അപ്പോൾ റസൂലിൻ്റെ അവസാനത്തെ വസിയ്യത്താണ് നമ്മളോടെന്താ? ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. എന്താ അല്ലാഹനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ഹറാമ് ചെയ്യാൻ പോകുമ്പോൾ റബ്ബിനെ ഓർത്തിട്ട് അതിന് അതൊന്ന് പിന്മാറുക. ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ അല്ലാഹനെ കുറിച്ച് ഓർത്തിട്ട് അതൊന്ന് മാറുക, ഉടനെ അല്ലാഹനെ ഓർക്കുക. എന്നിട്ട് പറയാണ് വസ്വല്ലു ഖംസകും, 5 നേരത്തെ നമസ്കാരം പ്രിയമുള്ളവരെ, 5 നേരത്തെ നമസ്കാരം. അതിനി കുളിച്ചിട്ടാകാം, ശരീരത്തിൽ പൊടിയുണ്ട്, ചളിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കാൻ വേണ്ടി പാടുള്ളതല്ല. കൈയും കാലും കഴുകുക, വുളു എടുക്കുക, നമസ്കരിക്കുക. പക്ഷെ ശരീരത്തിൽ എന്ത് പാടില്ല? നജസ് ഉണ്ടാകാൻ പാടില്ല. നജസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിന്നെ കാഷ്ടം, പിന്നെ മൂത്രം, ഛർദ്ദിച്ചത്, ജലം പോലുള്ള ഇതിനൊക്കെയാണ് എന്ത് പറയുക? നജസ്സുകൾ എന്ന് പറയുക. ഇത് നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ നമ്മൾ നമസ്കരിക്കുന്ന സ്ഥലത്തൊന്നും പാടുള്ളതല്ല. വുളു ചെയ്യുക, നമസ്കരിക്കുക, പള്ളിയിലൊക്കെ പോകാൻ വേണ്ടി ശ്രമിക്കുക, ജമാഅത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അത് വളരെ സുപ്രധാനമാണ്. ഇപ്പം നബിയോടുള്ള സ്നേഹം എന്നൊക്കെ പറയുമ്പോഴേ അള്ളാഹിൻ്റെ റസൂലിനെ ഒക്കെ പ്രിയമുള്ളവരെ, ആ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളെക്കുറിച്ചൊക്കെ നബിയുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. നബിക്ക് സ്വന്തമായിട്ട് പള്ളിയിലേക്ക് നടന്നു വരാൻ കഴിയില്ല. അപ്പം നിങ്ങളെല്ലാവരും മദീനത്ത് പോയ ആളുകളല്ലേ? റസൂലുള്ളാഹിൻ്റെ വീടെന്ന് പറയുന്നത് ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഖബർ നിൽക്കുന്ന സ്ഥലമാണ്. അവിടുന്ന് പള്ളിയിലേക്ക് ഏതാനും കാലടികൾ വെച്ചാൽ മതി. ഇപ്പോൾ ആ ഖബറും അതുപോലെ തന്നെ പള്ളിയും ഒക്കെ വളരെ ചേർന്ന് ആണ് കിടക്കുന്നത്. ഒരു മറ മാത്രമാണ് ഉള്ളത്, അല്ലെങ്കിൽ ഒന്നാണെന്ന് പറയുന്ന അവസ്ഥയാണ്. അന്ന് ഏതാനും കാലടികൾ വെച്ചാൽ മതി. എന്നിട്ട് പോലും റസൂലുള്ള എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് മറ്റുള്ള അലി റളിയല്ലാഹുവിനെ പോലെയുള്ള റസൂലുള്ളാഹിൻ്റെ ബന്ധുക്കൾ അവരുടെ തോളിൽ കൈയിട്ട് റസൂലുള്ള നടന്ന് പ്രയാസപ്പെട്ട് പള്ളിയിൽ വന്ന് നമസ്കാരത്തിൽ പങ്കെടുത്തുന്ന. അപ്പം അതിൻ്റെ ഗൗരവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ കഴിയുന്ന അത്ര പള്ളിയിൽ പോവുക എന്ന് മാത്രമല്ല, നാളെ മഹ്ശറയിൽ അർശിൻ്റെ തണൽ കിട്ടുന്ന ആളുകളുണ്ട്. ആർക്കാ ഈ അർശിൻ്റെ തണൽ കിട്ടുക? അർശിൻ്റെ തണൽ കിട്ടുന്ന 7 വിഭാഗം ആളുകളെ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു. പ്രിയമുള്ളവരെ, അതിലൊരു വിഭാഗം ആരാണെന്നോ? റജുലുൻ, ഒരു വ്യക്തിയാകുന്നു, ഖൽബുഹു, അവൻ്റെ ഹൃദയമാകട്ടെ, മുഅല്ലഖുൻ ബിൽ മസാജിദി, അള്ളാഹുവിൻ്റെ വീടുകളുമായി കൊണ്ട് അവൻ്റെ ഹൃദയം ബന്ധിപ്പിക്കപ്പെട്ടതാകുന്നു. പള്ളിയിൽ പോയില്ലല്ലോ,
അല്ലെങ്കിൽ പള്ളിയിൽ പോകാനുള്ളൊരു ആഗ്രഹം, അവിടെ പോയി ഒന്ന് നമസ്കരിക്കുക, അവിടെ പോയിട്ട് ഒന്ന് അള്ളാഹിനെക്കുറിച്ച് ഓർക്കുക, ഒന്ന് ദുആ ചെയ്യുക, ഇതൊക്കെ ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകണം. പള്ളിയിനോടൊക്കെ ഒരു സ്നേഹം, ബഹുമാനം, അങ്ങോട്ട് പോകാനുള്ളൊരു മനസ്സ്, ഇതൊക്കെ നമുക്കുണ്ടാവണം. എന്നാലാണ് എന്ത് കിട്ടുക? അർശിൻ്റെ തണൽ കിട്ടുക എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വസൂമു ഷഹ്റക്കും, റമളാനിലെ നോമ്പ് അത് നമ്മൾ നോക്കാറുണ്ട്. പക്ഷേ സുന്നത്ത് നോമ്പുകൾ ആളുകളൊന്നും അധികം ശ്രദ്ധിക്കാറില്ല. സുന്നത്ത് നോമ്പുകളെക്കുറിച്ച് നമുക്ക് ഓർമ്മ ഉണ്ടാകണം. വഅദ്ദു സകാത്ത അംവാലിക്കും, നിങ്ങളുടെ സകാത്ത്, നിങ്ങളുടെ സമ്പത്തിൻ്റെ സകാത്ത് നിങ്ങൾ നൽകുക. വഅതിഉ ഉമറാഅക്കും, നിങ്ങളുടെ നേതാക്കന്മാർ അവരെ നിങ്ങൾ അനുസരിക്കുക. മാതാപിതാക്കളെയൊക്കെ അനുസരിക്കുക, നേതാക്കന്മാരനുസരിക്കുക. പക്ഷെ അവർ തെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അനുസരിക്കാൻ പാടില്ല. എത്ര വലിയ ആളുകളാണെങ്കിലും അവർ തെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അനുസരിക്കാൻ വേണ്ടി പാടുള്ളതല്ല. ഇത്രയും കാര്യം ചെയ്താൽ എന്താ കിട്ടുക? തദ്ഖുലു ജന്നത റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കും. എന്താ വേണ്ടത്? അള്ളാഹിനെ സൂക്ഷിക്കുക, 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുക, റമളാനിൽ നോമ്പ് നോൽക്കുക, നിങ്ങളുടെ സമ്പത്തിന് സകാത്ത് കൊടുക്കുക, നേതാക്കന്മാരെ നന്മയുടെ കാര്യത്തിൽ അനുസരിക്കുക. എന്നാ തദ്ഖുലു ജന്നത റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ളതാ. എൻ്റെ പ്രിയമുള്ളവരെ, ഇതുകൊണ്ടാണ് മഹാനായ ദുന്നൂൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ വ്യക്തി പറഞ്ഞത്, മിൻ അലാമത്തിൽ മഹബ്ബത്തി ലില്ലാഹി അസ്സ വജൽ മുതാബഅത്തി ഹബീബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഖ്ലാഖിഹി വ അഫ്ആലിഹി വ അവാമിരിഹി വ സുന്നത്തി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ പരമാവധി സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.